എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപ് സീരിയലിലെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ അലീനോടാണെങ്കിൽ ചോദിക്കുകയാണ്, അലീന എന്തുണ്ട് വിശേഷങ്ങൾ, കേണലൊക്കെ എന്ത് പറയണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അലീന ആണെങ്കിൽ പറയുകയാണ്, കേണലും ഞാനും തമ്മിൽ പല തവണയായിട്ട് ഏറ്റുമുട്ടേണ്ട സാധ്യതകളൊക്കെ കാണുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട വശത്തിനാണെങ്കിൽ നമ്മുടെ അലീനയോടാണെങ്കിൽ മനു പറയുകയാണ്, കേണലുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ അലീന എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയും മനുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഫോൺ അങ്ങോട്ട് വയ്ക്കുകയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ബാലന്തിനോട് പറയുകയാണ്, ഓരോന്നും ചെയ്യുമ്പോൾ എന്നെ തോൽപ്പിക്കുകയാണെന്നുള്ള ഭാവത്തോട് കൂടിയാണ് ചെയ്യണത്, പക്ഷേ തോൽക്കണത് അവനവനാന്നുള്ള കാര്യം മനസ്സിലാക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയാണെങ്കിൽ ബാലന്തിൻ്റെ കുറ്റം പറയുകയാണ്. ഇന്നൊരു ദിവസം മാത്രമേ കണ്ടുള്ളൂ മക്കളെയൊക്കെ വിളിച്ചിട്ട് സൽക്കരിക്കാനായിട്ട് കൊണ്ടുപോകണത്, ഇതിന് മുമ്പൊന്നും കണ്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലന്തിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലന്തിനും വൈജയന്തിയും വഴക്കുണ്ടാക്കാനായിട്ട് സുഹൃത്തുക്കളെ. അതിൻ്റെ ഇടയ്ക്ക് ബാലന്തിരൻ പറയാണ് വൈജയന്തിയോട്, നീ എൻ്റെ മനസ്സിലും കൂടിയില്ല, മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾ വീണ്ടും കയറണമെങ്കിലേ എന്നോട് ചോദിക്കണം. അപ്പോഴാണെങ്കിൽ വൈജയന്തി വന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഞാൻ ആരാ, ഞാൻ നിങ്ങളുടെ ആരുമല്ലേ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, നീയോ എവിടെയൊക്കെയോ അലിഞ്ഞ് തിരിഞ്ഞ് ഞാനില്ലാത്ത നേരം നോക്കിയിട്ട് വീണ്ടും വീട്ടിലേക്ക് കയറിയ പ്രേതം. അത് കേട്ട വശത്തിനാണെങ്കിൽ നമ്മുടെ വൈജയന്തിക്ക് ഭയങ്കര സങ്കടമാണ്. മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബാലേന്ദ്രനെയും വൈജയന്തിയുടെയും മുഖത്ത് ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബും ചെയ്ത് കൂടി പോകണേ. നിങ്ങൾ എന്തായാലും കാണുന്ന ആൾക്കാരൊന്ന് ഹൈപ്പ് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ, പ്ലീസ്.